ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ടുള്ള ഒരു പോം ചെയ്തെടുത്താലോ? വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു പോംപോമാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു പോംപോമാണ്. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഉള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു പോം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോം ചെയ്യാനായിട്ട് ഞാനൊരു 4 പ്ലേയുടെ യാണും സിസേഴ്സും അതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോം ഉണ്ടാക്കുന്ന ഇതുണ്ടെങ്കിൽ അത് മതി. ഇതൊരു 3.5 ഇഞ്ച് 4ൻ്റെ അടുത്തുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിലുള്ള പോമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. പോമിൻ്റെ ചെയ്യുന്ന മെഷർമെൻറ്റ് ഇതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെത് വളരെ എളുപ്പത്തിൽ നമുക്ക് പോം ചെയ്തെടുക്കാൻ ഒരു കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ എണ്ണ ഒന്നും വേണ്ട, നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ടൈം ചുറ്റി കൊടുക്കാം. അങ്ങനെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. എത്രത്തോളം നൂല് നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രത്തോളം ഭംഗി കിട്ടും പോമിന്. എപ്പോഴും പോം എടുക്കുമ്പോൾ കുറച്ച് അധികമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പോം ഉണ്ടാക്കാൻ കഴിയും. ഇത് കോട്ടൺ യാൺ ആണെങ്കിലും അല്ലെങ്കിൽ ആക്രിലിക് ആണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു റോളിൻ്റെ ഹാഫ് വരെ എത്തുന്ന വരെ ഞാനിതിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. വളരെ നല്ല ക്യൂട്ടാണ്. നമ്മൾ ക്യാപ്പിലും ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കുറച്ചധികം ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിങ്ങനെ കാർഡ്ബോർഡിൻ്റെ 2 തറ്റത്തുനിന്നും ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡ് ഒഴിവാക്കി കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ ഈ ഇതിൽ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ ഇവിടെ കട്ട് ചെയ്യാം. അതിന് ശേഷം ഞാൻ ഈ യാണ് തന്നെ കുറച്ച് 2 മടക്കിൽ ഈ ആണിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വലുപ്പത്തിൽ അതും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ അടിയിൽ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റിൽ വലിച്ച് കെട്ടി കൊടുക്കുക. സെൻറ്ററിലാണോ നോക്കണം കേട്ടോ. സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ടൈറ്റിൽ വലിച്ച് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് വീണ്ടും കെട്ടി കൊടുക്കുക. നല്ല ടൈറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നൂലിങ്ങനെ ഊരി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെയും നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. 2-3 പ്രാവശ്യം ഇങ്ങനെ കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന യാൺസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ഫുള്ളും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? ഇവിടെ ഇപ്പോൾ 2 നിൽക്കുന്ന യാൺസൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിതിങ്ങനെ ഫുൾ ചുറ്റിലും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യാണ് കുറച്ച് വലുപ്പത്തിലുള്ളതുകൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ സുഖം ഉണ്ടാവും. കണ്ടോ? ചുറ്റും നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ
നമ്മൾ വെട്ടാതെ ഉണ്ടാവും, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം, അപ്പം ഇങ്ങനെയും യൂസ് ചെയ്യാം. ഒന്നും കൂടി ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് ഇനിയും ഇതൊന്ന് വെട്ടി ചെറുതാക്കി കൊടുക്കാം. അങ്ങനെ ചുറ്റിലും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഫുൾ ചുറ്റിലും ഇങ്ങനെ വെട്ടി ചെറുതാക്കി കൊടുക്കാം. നമുക്കത് നല്ല അടിപൊളിയായിട്ടുള്ള പോംപോം റെഡി ആയിട്ടുണ്ട്, നല്ല വലിപ്പത്തിലുള്ള പോംപോം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇത് ഒരുപാട് കളേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് തവണ ചുറ്റിയതിന് ശേഷം വേറെ കളർ യാണൊക്കെ ചുറ്റുമ്പോൾ 2-3 കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.